സ്വാമി ശരണം. ഹൃദയാഘാതം ഉണ്ടാകുന്നവർക്ക് നൽകുന്ന അടിയന്തര ചികിത്സയായ CPR നൽകുന്നതിന് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. സന്നിധാനത്തെ മെഡിക്കൽ ഓഫീസറും കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിലെ അനസ്തോളജിസ്റ്റുമായ ഡോക്ടർ ബബിൽ രാജ്, സന്നിധാനത്ത് മെഡിക്കൽ ഡ്യൂട്ടിയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആനന്ദ് ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനത്തിൽ സോപാനത്ത് ഡ്യൂട്ടി ചുമതലയുള്ള 20 പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ B. കൃഷ്ണകുമാർ നിർവഹിച്ചു. സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അടിയന്തര ഘട്ടത്തിൽ CPR നൽകുന്നതിന്റെ ആവശ്യകത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പരിശീലനം നൽകിയത്. നെഞ്ചിന്റെ താഴ്ഭാഗം നമ്മുടെ ഇവിടെ തീരുന്ന ഭാഗം അറിയാലോ, ഇതിനെ കുറച്ച് മേപ്പോട്ടായിട്ട് ഒരു വലത്തെ കൈയാണ് വലത്തെ കൈ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇടത്തെ കൈയുടെ ഈ ഭാഗം ഇവിടെ വലത്തേക്ക് വിരിച്ചിട്ട് ഇത് വെച്ച് ലോക്ക് ചെയ്യുക. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം കൈമുട്ടി ഇങ്ങനെ നമ്മുടെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എനർജി കൂടും. നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡർ ഇതിന്റെ മേടിയ ഇതാണ് നമ്മൾ വലുതായിട്ട് ആയാസപ്പെട്ട ആവശ്യം നമ്മൾ ദീർഘകാലം കൊടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ വലുത് വരത്തില്ല, പക്ഷെ അല്ലാതെ കൊടുക്കേണ്ടി വരും. ഈ കൊടുക്കുന്ന മൂമെന്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 100 to 120 പറയുന്നത് ഒരു മിനിറ്റിൽ. അത് വരുന്ന കാര്യം നമ്മൾ ആ റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് 200 രൂപയുടെ സ്പീഡിൽ കൊടുക്കാൻ കഴിയും. ഇങ്ങനെ കൊടുക്കുക. പക്ഷെ അത് കറക്റ്റ് എണ്ണിങ്സ് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ പറഞ്ഞാൽ 1 and 2 and 3 and 4 അങ്ങനെ എണ്ണാൻ അപ്പോൾ ഒരു സമയം കിട്ടും. ഐഡിയലി അതിൻ്റെ റേഷ്യോ നമ്മൾ രണ്ടുപേരുണ്ട്, നമുക്ക് സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് 30 കംപ്രഷൻ കഴിഞ്ഞിട്ട് 2 ബ്രത്ത് 30:2 എന്നാണ് പറയുന്നത്. സന്നിധാനത്ത് ചുമതലയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും CPR പരിശീലനം നൽകും എന്ന് സ്പെഷ്യൽ ഓഫീസർ B. കൃഷ്ണകുമാർ അറിയിച്ചു. മല കയറുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടാകുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വിപുലമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സന്നിധാനത്തേക്കുള്ള ഇരുവഴികളിലുമുള്ള 17 എമർജൻസി മെഡിക്കൽ സെന്ററുകളിലെ ജീവനക്കാർ CPR നൽകുന്നതിൽ പരിശീലനം നേടിയവരാണ്. ഇതാണ് നമ്മുടെ കൗണ്ടിങ് സൈക്കിൾ. ഈ ഒരു ഗ്യാപ്പ് കിട്ടുന്നതാണ് ഞെക്കിയിട്ട് നമ്മൾ എത്തി വിട്ടുകൊടുക്കണം അറിയാൻ. പിന്നെ 5 സെന്റിമീറ്ററാണ് മനസ്സിലൊരു കണക്ക് വരുന്നത്. ഒരുപാട് അമർത്തിങ്ങനെ വേഗതയിൽ കിട്ടത്തില്ല, പേഷ്യന്റ് ഗുണമില്ല. പിന്നെ നമ്മൾ അന്ത്യശ്വാസം നമ്മുടെ ഗ്യാസ് മെഡിക്കലി ബോധമില്ലാണ് ഇങ്ങനെ നമുക്കറിയാം ഇതെന്താണ് പൾസ് കിട്ടിയാൽ കൊടുക്കേണ്ടതാണ്. പക്ഷെ പൾസ് കാണാൻ ശ്രമിക്കുന്നത് നമ്മൾ ഗ്യാസ് ഒരു ശബ്ദം എന്തോ ഒരു ശബ്ദം ബോധമൊന്നുമല്ല. ആ ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ ചെയ്യും. റെസ്പോൺസ് ആവുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല എന്ന് കരുതല്ലേ. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് പൾസായിരുന്നു. ഇവിടെ 10 സെക്കൻഡ്സേ ഉള്ളൂ, ഇല്ല പൊതുവെ. അപ്പം കോൾ ഫോർ ഹെൽപ്പ് ഇങ്ങനെ പറഞ്ഞാലും അത് എമർജൻസി മെഡിസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഇതാണ് പൊസിഷൻ. ഞാൻ അമർത്തുന്നില്ല, കാരണം ഭയങ്കര ഡിസ്ട്രസിങ് ആണ്. അതാണ് ആവശ്യമില്ലാത്ത കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വരേണ്ട ആക്ഷൻ മൊത്തം ഇങ്ങനെയാണ്. ഇത് പറഞ്ഞത് ഈ ഷോൾ ഇതാണ് മൂവ്മെൻറ്റ് വരേണ്ടത്. എന്നിട്ട് വന്നതിന് ശേഷം 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളാണ് കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ വരുന്ന വെച്ചാൽ 1, 2, 3 ഇതേ ഉള്ളൂ. അതിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ 21% ഓക്സിജനാണ് കൊടുക്കുന്നത്. നമുക്കൊരു ബ്രത്തിൽ 5% നമ്മൾ ഉപയോഗിക്കുന്നു, ബാക്കി 16% നമ്മളെല്ലാം കളയും. അപ്പോൾ ആ 16 തന്നെ അദ്ദേഹത്തിൻ്റെ 5 കൂട്ടിയ 3 മടങ്ങും. അപ്പം നമ്മൾ 2 കൈ വെച്ചിട്ട് നിന്ന്, കാരണം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മൗത്ത് ടു മൗത്ത് ഒഴിവാക്കാനാണ് ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും സർഫസ് വെച്ച് 2 പ്രാവശ്യം കൊടുത്താണ്. ചിലപ്പോൾ കുറേ കൊടുക്കുന്നതിന് ഡെപ്ത് 2 ഇഞ്ച് അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ. 2 തൊട്ട് 2.4 ഇഞ്ചാണ്. അത് 5 തൊട്ട് 6 സെന്റിമീറ്റർ വരെ പോവുള്ളൂ. 6 കൂടുതൽ പോയിട്ട് കാര്യമില്ല, 5 കുറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇത് ബ്രസ്റ്റ് ബോൺ എടുക്കുവാണെങ്കിൽ ഇതിന്റെ താഴെ പകുതി താഴെ കൊടുത്തിട്ട് കാര്യമില്ല, താഴെ പകുതി
മോളിലേക്കല്ല സാറേ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇവിടെ മേളിലേക്ക് പ്രസ് ചെയ്യേണ്ട സാറേ എല്ലാം വെർട്ടിക്കലാണ്. നമുക്ക് മേളിലോട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ആരോഗ്യം നമുക്ക് നമ്മുടെ വെച്ചാൽ ഏറ്റവും മിനിമം എഫേർട്ടിൽ മാക്സിമം നേരം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവരെക്കാട്ടി ഉയർന്ന സ്ഥലത്ത് പോവുക, മുട്ട് ലോക്ക് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക. ഈ നമ്മുടെ ബോഡിയിലേക്ക് മാത്രമേ പോവുള്ളൂ. നമുക്ക് മേലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. മേലോട്ട് കൊടുക്കാനേ പാടായിരിക്കും. നമ്മൾ നേരെ തന്നെ കൊടുത്താൽ കറക്റ്റ് ഒരു റഫ് ലൊക്കേഷൻ വെക്കാൻ കൊടുക്കുക. നമ്മുടെ ആ പ്രശ്നം എമർജൻസി മെഡിക്കൽ സെന്ററുകളിൽ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ അഥവാ AED ഉപകരണവും സജ്ജമാക്കിയിട്ടുണ്ട്. AED ഘടിപ്പിച്ചാൽ ഹൃദയമിടിപ്പിന്റെ തോത് നിർണ്ണയിക്കുവാനും ഉചിതമായ സമയത്ത് ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനും സഹായകരമാകും.